പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട പുരുഷോത്തമൻ മാസ്റ്റർ, എൻ്റെ പ്രിയ സ്നേഹിതൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട IP ജലീൽ, പ്രിയപ്പെട്ട അലി മാസ്റ്റർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട പ്രഭാകരൻ, എൻ്റെ പ്രിയ സ്നേഹിതൻ ഷാനിബ്, MP കുമാരു അടക്കമുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഇന്നലെ ആരംഭിച്ച് നാളെ അവസാനിക്കുന്ന 3 ദിവസത്തെ പുറത്തൂർ മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു പഞ്ചായത്ത് ഭരണസമിതി നമ്മുടെ നാട്ടിലുണ്ടോ, പ്രദേശത്തുണ്ടോ എന്ന ചോദ്യം ഈ പ്രദേശത്തുള്ള ഇടതുപക്ഷ CPM-നെ അധികാരത്തിലേറ്റിയ ജനങ്ങൾ പോലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധ ജാഥയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നത്. ഇതൊരു രാഷ്ട്രീയ ആരോപണത്തിന്റെ, പ്രത്യാരോപണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സമരമാർഗമല്ല. ഏതാനും വർഷങ്ങളായി, 5 വർഷം മാത്രമല്ല, അതിനു മുമ്പുള്ള 5 വർഷവും ഈ പുറത്തൂർ പഞ്ചായത്തിന്റെ ഭരണം CPM-ന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു. അതിനിടയ്ക്ക് ഒരു സുവർണ കാലഘട്ടം ഈ പുറത്തൂർ ഗ്രാമപഞ്ചായത്തിനുണ്ടായിരുന്നു. അത് കേരളത്തിൽ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ 2015 മുതൽ 2020 വരെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം 2010 മുതൽ 15 വരെ റോഡുകൾ തോടുകളാക്കി മാറ്റപ്പെടുമ്പോൾ സംസ്ഥാനത്ത് തന്നെ പദ്ധതി നിർവഹണം ഏറ്റവും പിന്നിലായി വിനിയോഗിച്ച പഞ്ചായത്ത് എന്ന ആക്ഷേപം നിലനിൽക്കുന്ന പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചെട്ടൂരിൽ സമാപിക്കുമ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ ഈ പ്രദേശത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. 6 പതിറ്റാണ്ടുകാലം പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് അടക്കി ഭരിച്ചിട്ട് മാത്രമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും മൂടിവെക്കുന്നു. ഈ പാലത്തിന്റെ കാര്യത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. പാലം പണി ഏകദേശം പൂർത്തിയായി. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജാഥ കടന്നു പോകുന്നതിന് പാലം തുറന്നു കൊടുത്തു. ജാഥ കടന്നുപോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ പാലത്തിന്റെ അപ്പുറവും ഇപ്പുറവും കിടങ്ങുകൾ കുഴിച്ചുകൊണ്ട് അവിടെ കാൽനട യാത്ര അസാധ്യമാക്കിയിരിക്കുന്നു ഈ പഞ്ചായത്ത് ഭരണസമിതിയും ഇതുമായി ബന്ധപ്പെട്ട ഏജൻസികളും. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഞങ്ങൾ ഈ പടിഞ്ഞാറക്കരയിൽ ഈ സ്കൂളിന്റെ പടിഞ്ഞാറക്കര UP സ്കൂളിന് ഒരു നല്ല ഗ്രൗണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഫണ്ട് വെച്ചിരുന്നു. ആ ഫണ്ട് അന്നത്തെ ഹെഡ് മാസ്റ്ററെ സ്വാധീനിച്ചുകൊണ്ട് അഴിമതി നടത്തി വിനിയോഗിക്കപ്പെടാത്ത ഒരു സാഹചര്യമുണ്ടായി. ഞങ്ങളുടെ ഭരണ